ഒരു റിലേഷൻഷിപ്പിൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നതാണ് ഇവിടെ പലർക്കും അറിയാത്തത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പാർട്ണർ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ റോങ് സൈഡിൽ വന്ന വ്യക്തിയെക്കുറിച്ച് അവർ പറയുകയാണ്, എന്താണ് അയാൾ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്? ഇങ്ങനെ പറയുമ്പോൾ അവരെ അഡ്വൈസ് ചെയ്യാതെ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിന്ന് അതേലേ കുറച്ചൊന്ന് റൂൾസ് അയാൾക്ക് ഫോളോ ചെയ്ത് പോയിക്കൂടെ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ഭാര്യ കയറി വരുമ്പോൾ ചിലപ്പോൾ ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ മോൻ എൻ്റെ ക്ഷമ പരിശോധിക്കുകയാണ്, ഇവൻ ഹൈപ്പർ ആക്റ്റീവാണ്, ഇവനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവളെ അഡ്വൈസ് ചെയ്യാതെ അതുപോലെ കുട്ടിയെ വഴക്ക് പറയാതെ തന്നെ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, ഓക്കേടോ താൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ഇവനെ നോക്കിക്കോളാം. ഇങ്ങനെയൊന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ എന്തേലും ഒരു കാര്യം പറയാൻ വരുമ്പോൾ തന്നെ അതിനൊരു അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഒരു ഡോമിനൻസ് സ്വരത്തിൽ എപ്പോൾ നോക്കിയാലും എന്തിനും ഏതിനും ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നോളും എന്ന് പറയുന്നതിന് പകരം ഒരു സെക്കൻഡ് ഒന്ന് കാമായിട്ട് അവർക്ക് പറയാനുള്ളതെല്ലാം മുഴുവനായി കേട്ടതിന് ശേഷം ചുരുങ്ങിയത് 2-3 മിനിറ്റ് അവർ പറഞ്ഞ കാര്യത്തെ ശരിയാണെന്ന സ്വരത്തിൽ അവരെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കൂ. ഗ്രാജുവലി അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കുറയുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവുകയും ചെയ്യും. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.